നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്കുകപ്പലിലുണ്ടായിരുന്ന മലയാളി യുവതി ആൻ ടെസ തിരിച്ചെത്തി. സന്തോഷകരമായ വാർത്തയാണ്. ഇത്രയും വേഗം ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും കരുതിയില്ല. ടെഹ്റാനിലെ ഇറാൻ മിഷന്റെയും ഇറാൻ സർക്കാരിന്റെയും സംയുക്ത ശ്രമഫലമായാണ് ഇവരെ വിട്ടയച്ചതെന്ന് ഭാരത വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതോടെ ആശങ്കയുടെ മഞ്ഞുരുകയാണ്. നടപ്പിലായത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ വിവരം വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത്. കപ്പലിൽ 17 ഇന്ത്യക്കാരാണ് ആകെയുള്ളത്. ഏക വനിതയായിരുന്നു ടെസി. മറ്റ് 16 പേരെയും ഉടൻ തിരിച്ചെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പു നൽകി. ഇവരിൽ 4 പേർ മലയാളികളാണ്. ഇറാനിൽ ഇന്ത്യയുടെ മഹത്തായ പ്രവൃത്തി. ആൻ ടെസ ജോസഫ് നാട്ടിലെത്തി. നാട്ടിലായാലും വിദേശത്തായാലും എപ്പോഴും മോദിയുടെ ഗ്യാരണ്ടി പ്രവർത്തിക്കും എന്നാണ് ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചത്. കപ്പലിൽ കുടുങ്ങിയ മലയാളികളെ തിരിച്ചു കൊണ്ടുവരുവാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയിരുന്നു. കത്തിൽ ആൻ ടെസ ജോസഫിന്റെ പേരില്ലാതിരുന്നത് വിവാദമായിരുന്നു. അവശേഷിക്കുന്ന 16 പേരെയും അധികം വൈകാതെ വിട്ടയക്കുമെന്ന് ഇനി പ്രതീക്ഷിക്കാം. ഇവരിൽ 3 പേർ മലയാളികളുമാണ്. കപ്പലിലെ മുഴുവൻ ഭാരതീയരെയും തിരിച്ചെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറ്റാലിയൻ സ്വിസ് കമ്പനിയുടെ കീഴിലുള്ള ചരക്കുകപ്പൽ ഇറാൻ പിടിച്ചെടുത്ത വിവരം അറിഞ്ഞതോടെ കപ്പലിലുള്ള സ്വന്തം പൗരന്മാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭാരതം തുടക്കമിട്ടിരുന്നു. ഡമാസ്കസിലെ കോൺസുലേറ്റുമായി ബന്ധപ്പെടുകയാണ് ആദ്യം ചെയ്തത്. ഭാരതീയരായ ജീവനക്കാരുടെ ക്ഷേമവും നേരത്തെയുള്ള മോചനവും ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും നയതന്ത്ര മാർഗങ്ങളിലൂടെ ശ്രമം തുടങ്ങിയതായി അധികൃതർ അറിയിച്ചിരുന്നു. ഭാരത വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ശ്രമങ്ങൾക്ക് അനുകൂലമായ പ്രതികരണം ഇറാനിൽ നിന്ന് ലഭിച്ചു. കപ്പലിലെ ഭാരതീയ ജീവനക്കാരെ കാണാൻ ഭാരതത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് ഇറാൻ അനുമതി നൽകിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചതോടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും നിശ്ചിത സമയത്തിനകം ജീവനക്കാരെ മോചിപ്പിക്കാൻ കഴിയുമെന്നും വ്യക്തമായിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളഹിയാനുമായി വിദേശകാര്യമന്ത്രി ജയശങ്കർ ഫോണിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചരക്ക് കപ്പലിലെ ജീവനക്കാരെ കാണാൻ അനുമതി ലഭിച്ചത്. കപ്പൽ ജീവനക്കാരുടെ ആരോഗ്യനിലയിൽ ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെയും ഡൽഹിയിലെയും ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഭാരതം നേരത്തെ തന്നെ ആശങ്ക അറിയിച്ചിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലെ സംഘർഷം രൂക്ഷമായതിനാൽ എല്ലാവരും സംയമനം പാലിക്കണമെന്ന് ജയശങ്കർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അന്തരീക്ഷം എപ്പോൾ വേണമെങ്കിലും വഷളാകാമെന്നതിനാൽ ഭാരത നാവികസേനയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു പോന്നു. പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ്, റഷ്യ, എസ്തോണിയ എന്നീ രാജ്യങ്ങളിലെ ജീവനക്കാരും കപ്പലിലുണ്ട്. എന്നാൽ ഇവർക്കൊന്നും കഴിയാത്ത വിധത്തിൽ പ്രശ്നത്തിൽ ഇടപെടാനും സ്വന്തം പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഭാരതത്തിന് കഴിഞ്ഞു. യുദ്ധമുഖത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിൽ ഭാരതത്തിന് നല്ല ബന്ധമാണ്. സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാനുള്ള ഇടപെടലുകൾ നയതന്ത്ര തലത്തിൽ ഭാരതം നടത്തുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾക്കും ഇതിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. പക്ഷേ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പശ്ചിമേഷ്യൻ സംഘർഷം എപ്പോഴും ഭാരതത്തിന് നേരിട്ട് ബാധിക്കുന്നതാണ്. പാലസ്തീനിലെ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നുള്ള യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ഗാസയിലും മറ്റും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഡമാസ്കസിലെ തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമിച്ചത് ഇസ്രായേൽ ആണെന്നും പറഞ്ഞ് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്രമണം അവസാനിച്ചുവെന്നും ഇനി കാര്യങ്ങൾ ഇസ്രായേലിന് തീരുമാനിക്കാമെന്നും ഇറാൻ പറയുകയുണ്ടായി. കനത്ത പ്രത്യാക്രമണം ഭയന്നാണിത്. ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. തങ്ങൾ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലിലെ ജീവനക്കാരായ ഭാരതീയരെല്ലാം സുരക്ഷിതരാണെന്നും ആരും തടവിലല്ലെന്നും ഭാരതത്തിലെ ഇറാൻ അംബാസിഡർ ഇറാജ് ഇലാഹി പറഞ്ഞിരുന്നു. ഗൾഫ് തീരത്തെ കാലാവസ്ഥ മോശമായതാണ് ജീവനക്കാരുടെ മോചനത്തിന് കാലതാമസം ഉണ്ടാക്കുന്നതെന്നും ഇലാഹി പറയുകയുണ്ടായി. തങ്ങൾ സുരക്ഷിതരാണെന്നും ഇറാൻ സൈന്യം നല്ല രീതിയിലാണ് പെരുമാറുന്നതെന്നും കപ്പലിലെ മലയാളികൾ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ഇവരിൽ ഒരാളായ വനിതയാണ് ഇപ്പോൾ വീട്ടിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയിട്ടുള്ളത്. മറ്റു 3 മലയാളികളും ഇതേ രീതിയിൽ തന്നെ തിരിച്ചെത്തുമെന്നും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.